എൻ്റെ അമ്മൂമ്മയ്ക്ക് ആ പരിചരണം നൽകാൻ കാനഡയിലെ ജീവിതം ഉപേക്ഷിച്ച് തിരികെ വന്നതായി എൻ്റെ കസിൻ ലോകത്തോട് പറഞ്ഞു. അമ്മൂമ്മയ്ക്ക് വേണ്ടി അത് സത്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വീഡിയോകൾ ചെയ്യാനോ കാണാനോ പ്രേക്ഷകരോ ഇല്ലാത്തപ്പോഴും അത് സത്യമായി തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചാനലിലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറച്ച് സീരിയസ് വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സെക്കൻഡറി ചാനലായിട്ടുള്ള ശ്രീജിത്ത് അൺകട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലായിരുന്നു. ഇന്ന് വീണ്ടും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നോക്കിയപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് അഹാന കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, അല്ലെങ്കിൽ അഹാന കൃഷ്ണ അവരുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുള്ള ഒരു കാര്യം. അതായത് കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ അവരുടെ ഫാമിലിയിൽ ഒരു വിഷയം ഉണ്ടായല്ലോ അല്ലേ, ഫാമിലിക്കകത്ത് നടക്കേണ്ടത് അവർ തന്നെ കൊണ്ടുവന്ന് പുറത്തേക്കിട്ട് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യം. ഇതെല്ലാം ഇപ്പോൾ അവസാനിച്ചു. ഒരാളും ഇതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല എവിടെയും. കാരണം ഞാൻ പല സ്ഥലത്തും പോയി നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞ സമയത്ത് അഹാന വീണ്ടും ഒരു പോസ്റ്റ്, അതും 1 അല്ല 7 8 പേജസ് ഉള്ള ഒരു പോസ്റ്റ്. ഞാൻ ആ പോസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ക്ഷമ പോയി. നേരെ കമൻറ്റ് ബോക്സിലെത്തി. കമൻറ്റ് ബോക്സിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഐ ഡോണ്ട് ഹാവ് പേഷ്യൻസ് ടു റീഡ് ഓൾ ദിസ് പേജസ്, സോറി ഐ എം ഗോയിങ്. എനിക്കിത് വായിക്കാനുള്ള ക്ഷമയില്ല, ഞാൻ പോവുകയാണ്. മാത്രമല്ല ഇതൊക്കെ വായിച്ച് പറഞ്ഞു തരാൻ ഏതെങ്കിലും റിയാക്ഷൻ വീഡിയോ ചാനൽസ് വരും. യെസ്, വന്നിരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് തന്നെ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ, ആരെങ്കിലും ഇതൊന്ന് വായിച്ച് പറഞ്ഞുതരുമോ, ഞങ്ങൾക്ക് വായിക്കാൻ സമയമില്ല, മറ്റേതാകുമ്പോൾ ചെവിയിൽ വെച്ച് കേട്ടാൽ മതിയല്ലോ എന്ന്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ടുപോകുന്നത്. വായിക്കാം, അതിൻ്റെ കൂടെ എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയാം. ഇതിനെക്കുറിച്ച് വിഷയത്തെക്കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നില്ല, കാരണം കഴിഞ്ഞ ആഴ്ച കുറച്ചും കൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് നേരെ പോസ്റ്റിലേക്ക് പോകാം. അതിലേക്ക് വിട്ടുപോകുന്നില്ല. ദിയാ കൃഷ്ണയുടെ കോക്രോച്ച് ജനതാ പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമുണ്ട്. അത് ഞാൻ മറ്റേ ചാനലിലാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ശ്രീജിത്ത് അൺകട്ട് എന്നാണ് ചാനലിൻ്റെ പേര്. ഞാനതിൽ വേണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വെക്കാം. അതും പറയാനുണ്ട്. കാരണം വെച്ചാൽ ഈ സമയത്ത് ദിയാ കൃഷ്ണയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റ് ഉണ്ടായി, CJP കോക്രോച്ച് ജനതാ പാർട്ടി റിലേറ്റഡ് ആയിട്ട്. അത് വേറൊരു വിഷയമാണ്, നമുക്ക് വേറെ പറയാം. നമുക്ക് തൽക്കാലം കുടുംബകാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. കുടുംബകാര്യം നമ്മളായിട്ട് കിടക്കല്ല കേട്ടോ, അവർ കൊണ്ടുവന്നിട്ട് അതിപ്പോൾ അവർ കൊണ്ടു പറഞ്ഞില്ലെങ്കിൽ ആരും ഡിസ്കസ് ചെയ്യില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. മലയാളീകരിച്ചിട്ടാണ് ഞാൻ അതിൽ വായിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് പോസ്റ്റാണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ നടന്ന സംഭവങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ വേദനാജനകവും മാനസികമായി തളർത്തുന്നതുമായിരുന്നു. കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാനുള്ളതല്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അടിപൊളി. അതെ, നിങ്ങളെന്നെ പറയണം. കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാനുള്ളതല്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലേ? ഇത് ഞങ്ങളെ എത്രത്തോളം ബാധിച്ചു എന്ന് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയില്ല. ഡെഫിനറ്റ്ലി ആരെയും ബാധിക്കുന്നുണ്ടാവും, അവരൊക്കെ നന്നായി ബാധിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അറിയാം. നിർഭാഗ്യവശാൽ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കേണ്ടിയിരുന്ന ഒരു കാര്യം പൊതുസമൂഹത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ, ഒന്നുകൂടി തുടങ്ങിയാലോ? വേണ്ട അല്ലേ. വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കേണ്ടിയിരുന്ന ഒരു കാര്യം പൊതുസമൂഹത്തിലേക്ക് എത്തിപ്പെട്ടു. എങ്ങനെ എത്തിപ്പെട്ടു? തൻവിയുടെ വീഡിയോ ഒന്ന് എത്തിപ്പെട്ടു. വികാരങ്ങൾ ഉയർന്ന തലത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ തലച്ചോറിനേക്കാൾ ഹൃദയം കൊണ്ട് പ്രതികരിച്ചു പോകും. ഇത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കടുകട്ടിയായിട്ടുള്ളത്. കാരണം അഹാന അങ്ങനെ എഴുതിയല്ല, അഹാന ഇംഗ്ലീഷ് തന്നെ അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അനീതിയാണെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യത്തിൽ എൻ്റെ അമ്മ വിമർശിക്കപ്പെടുന്ന കണ്ടപ്പോൾ ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചു. ഓർമ്മണ്ട്. ഒരു പക്ഷേ എനിക്ക് നിശബ്ദയായി ഇരിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീതിയുക്തമല്ലെന്ന് ഞാൻ വിശ്വസിച്ച ഒരു തെറ്റിദ്ധാരണയുടെ ഭാരം എൻ്റെ കുടുംബത്തിന് പേറേണ്ടി വരുമായിരുന്നു. ആ സമയത്ത് സത്യം പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ തിരുത്തുക മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ സത്യസന്ധമായി വിശ്വസിച്ചു. സത്യം ഒന്നല്ല ഉണ്ടായത്, അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി പറയുന്നില്ല. ഞാൻ പറയുന്നത് സത്യം മാത്രമാണെങ്കിൽ ഇനി എന്താണ് പറയാനുള്ളത് എന്ന് ചിന്തിച്ച് ഓർമ്മ എനിക്കുണ്ട്. എന്നാൽ വ്യാജ ആരോപണങ്ങൾ, നുണകൾ, തിരഞ്ഞെടുത്ത കഥകൾ, തികച്ചും വ്യക്തിപരമായ സംഭാഷണങ്ങൾ എന്നിവ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു മറുപടിയാണ് വരാനിരിക്കുന്നത് എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. റെഡിറ്റൊക്കെയാണ് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം കേട്ടോ. അവർ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഒഴിവാക്കാൻ ആളുകൾ എത്രത്തോളം താഴേക്ക് പോകുമെന്ന് പ്രവചിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നതാണ് എൻ്റെ തെറ്റ്. ചില ആളുകൾ സ്വന്തം വാക്കുകളെ അഭിമുഖീകരിക്കാറില്ല. അവർ ഒരു പുതിയ കഥ ഉണ്ടാക്കി ഇൻ്റർനെറ്റിൽ ഇടുന്നു. കാരണം ഇത്തരം കഥകൾ കേൾക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന ധാരാളം ആളുകൾ ഇൻ്റർനെറ്റിലുണ്ടെന്ന് അവർക്കറിയാം. നിങ്ങളെ ഉദ്ദേശിച്ചിട്ടോ? ഇന്നല്ല, നിങ്ങളെ
ഇത് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല എന്നതാണ് എനിക്ക് പറ്റിയ അബദ്ധം. ഇത്ര കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നെങ്കിൽ ഞാൻ നിശബ്ദത തിരഞ്ഞെടുക്കുമായിരുന്നു. ഉറക്കെ കരഞ്ഞേനെ പറഞ്ഞവർ. എൻ്റെ അമ്മൂമ്മയെ വ്യക്തിപരമായി അറിയാവുന്ന ആർക്കും ഇതിലൊരു അത്ഭുതം തോന്നില്ല. നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ കാര്യങ്ങളൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചാൽ എല്ലാവരും വ്യക്തിപരമായിട്ട് അറിയുന്നവരുണ്ടായിരിക്കുള്ളൂ. ഇത് പൊതുസമൂഹമല്ലേ, പുറത്തുള്ള ആൾക്കാർക്ക് എന്താ ഉള്ളത്? നമുക്ക് എന്താ അമ്മൂമ്മ അല്ലേ? എന്നാൽ നിങ്ങളിൽ പലരും വർഷങ്ങളായി ഞാൻ പിന്നെ അങ്ങോട്ട് എടുത്തിടുകയാണ് അല്ലേ? ആയിക്കോട്ടെ. എന്നാൽ നിങ്ങളിൽ പലരും വർഷങ്ങളായി ഞാനും എൻ്റെ കുടുംബവും പങ്കുവെച്ച കണ്ടന്റുകളിലൂടെ മാത്രമാണ് അമ്മൂമ്മയെ അറിയുന്നത് എന്നതിനാൽ നിങ്ങൾക്കൊരു ചെറിയ വിശദീകരണം നൽകേണ്ടത് എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ, വീണ്ടും തുടങ്ങുന്നു. ഇത് മറ്റേ ദൃശ്യം സിനിമയിലൊക്കെ ഉണ്ടായ മാതിരി മറ്റേ സായികുമാർ ദൃശ്യം 2 പറയുന്നില്ലേ, കഥ അവിടുന്ന് വീണ്ടും തുടങ്ങുകയാണ് ജോർജ് കുട്ടി. 2025 ഒക്ടോബർ മുതൽ അമ്മൂമ്മ മാത്രം ഉത്തരവാദിയായ തുടർച്ചയായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ കാരണം എൻ്റെ അമ്മൂമ്മയും ഞങ്ങളിൽ ചിലരും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ഒരു കഥ മാറി പറഞ്ഞു പോയാലോ? ഞാൻ എൻ്റെ അമ്മൂമ്മയോട് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു മുത്തശ്ശിയോ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനോ മറ്റൊരാളോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ അവർ എന്നോട് സംസാരിച്ചത് കൊണ്ടാണ്. എന്നോട് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരികെ വരാൻ കഴിയാത്ത വിധം അതിരുകൾ ലംഘിക്കുന്നതായിരുന്നു. അത് കേട്ടു ഞാൻ കേട്ടോ, കാരണം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോയിൽ. ദാറ്റ് വാസ് വെരി ബാഡ് ഫ്രം അമ്മൂമ്മ സൈഡ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഗതി ഇതന്നെ അവരുടെ ചാറ്റ് പുറത്തു വന്നാണ് അമ്മൂമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ അമ്മൂമ്മ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, വളരെ മോശമായിപ്പോയി. അറിയില്ലല്ലേ. പിന്നെ മാത്രമല്ല അപ്പൂപ്പനെ പിടിച്ചിട്ട് ചെരുപ്പോണ്ട് അടിക്കുക, എന്തൊക്കെ പരിപാടി, ബക്കറ്റ് എടുത്ത് എറിയുക, എന്തൊക്കെയോ പരിപാടി, അങ്ങനത്തെ ചില കലാപരിപാടികൾ. ഒരു കലാകാരിയാണ് അമ്മൂമ്മ, അങ്ങനത്തെ വേറെ പരിപാടികളുണ്ട്. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കേട്ടോ. ഓക്കെ. എന്നോട് അവ അശ്ലീലവും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതും മനുഷ്യത്വമില്ലാത്തതും എൻ്റെ സ്വന്തം അമ്മൂമ്മയെ ഒരാളുമായി യോജിച്ചു പോകാൻ സാധിക്കാത്തതുമായിരുന്നു. ഈ വികൃതത്തിലേക്ക് ഇനി കൂടുതൽ സംഭാവന നൽകാൻ ഞാൻ ആഗ്രഹിക്കാത്തതിനാൽ ആ വാക്കുകൾ ഇവിടെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊക്കെ പറയും ചെയ്യും, നിങ്ങൾ ആഗ്രഹിക്കാൻ താല്പര്യമില്ല പറഞ്ഞാൽ വാട്ട് ഈസ് ദിസ്? എന്നാൽ അവ ദീർഘകാലം എന്നോടൊപ്പം ഉണ്ടാകുന്ന മുറിവുകളാണ് ഉണ്ടാക്കിയത്. ബഹുമാനം എന്നത് എപ്പോഴും പരസ്പരമുള്ള ഒന്നായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രായമോ ബന്ധങ്ങളോ സ്ഥാനങ്ങളോ മറ്റൊരാളെ ഉപദ്രവിക്കാനോ അപമാനിക്കാനോ പകരമായി ചോദ്യം ചെയ്യപ്പെടാത്ത ബഹുമാനം പ്രതീക്ഷിക്കാനോ ഉള്ള ലൈസൻസ് അല്ല. ആരിൽ നിന്നായാലും ക്ഷമിക്കാനാവാത്ത അനാദരവ് നിശബ്ദമായി സഹിക്കാനാകില്ല. മറിച്ച് എനിക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ വളർത്തപ്പെട്ടത്. മലയാളമൊക്കെ വായിക്കുന്ന സമയത്ത് വല്ല ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നത് തോന്നുന്നുണ്ട്. ഇംഗ്ലീഷിൽ വേറെ ലെവല്ല കേട്ടോ. ഇത് പണത്തെ ചൊല്ലിയുള്ള തർക്കമാണെന്ന് ചിത്രീകരിക്കാനും ശ്രമമുണ്ടായിട്ടുണ്ട്. എന്നാൽ അതല്ല സത്യം. ഞാനും എൻ്റെ സഹോദരിമാരും എപ്പോഴും സ്വന്തം അധ്വാനത്തിലൂടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിലാണ് വിശ്വസിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ മാതാപിതാക്കളെയോ കാരണവന്മാരെയോ സാമ്പത്തിക ഭദ്രതയുടെയോ സ്വത്തിൻ്റെയോ സ്രോതസ്സായി ഞങ്ങൾ കണ്ടിട്ടില്ല. സ്വന്തം ജോലിയിലൂടെ സമ്പാദിക്കുന്ന സ്വയം വളർന്നു വന്ന സ്ത്രീകളാണ് ഞങ്ങളെന്ന് പറയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഭൗതിക നേട്ടങ്ങൾ വെച്ച് ഞങ്ങൾ ഒരിക്കലും ബന്ധങ്ങളെ അളന്നിട്ടില്ല. വിഷയം അതൊന്നും ആയിരുന്നില്ല. എനിക്ക് അയച്ചതാണെന്ന് പറഞ്ഞ് എൻ്റെ അമ്മൂമ്മ അവരുടെ ഫോണിൽ നിന്ന് ചില സന്ദേശങ്ങൾ വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ നിങ്ങളോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കൂ. ആ സന്ദേശങ്ങൾക്ക് കാരണമായ പ്രധാന സന്ദേശങ്ങളും സംഭാഷണങ്ങളും മറച്ചു വെച്ച് ഒരാൾ എന്തിനാണ് മറ്റൊരാളുടെ മറുപടികൾ മാത്രം വായിക്കാൻ തിരഞ്ഞെടുത്തത്? എന്തിനാണ്? നിങ്ങൾ മറുഭാഗത്തുണ്ടായിരുന്നില്ലേ? മറുഭാഗത്തും കാണിക്കായിരുന്നല്ലോ. ഒരു സ്വകാര്യ ഫാമിലി വാട്സപ്പ് സംഭാഷണത്തിൽ ഞാൻ അയച്ച സന്ദേശങ്ങൾ എൻ്റെ ബന്ധു വായിക്കുന്നത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. ഇത് ഉണ്ടാവണതിന് മുന്നല്ലേ ഇവർ ഒരു വീഡിയോ വന്നിട്ടിട്ട് പറഞ്ഞത് എൻ്റെ കയ്യിൽ ചില കമൻസ് ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും എന്നെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞത്. തൻവിയുടെ വീഡിയോയിൽ ഇത് കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. ജസ്റ്റ് അമ്മൂമ്മയ്ക്ക് ആരും ഇല്ലടോ മക്കളെ എന്ന് പറഞ്ഞ് കരഞ്ഞതിന് ആരൊക്കെയോ എവിടേക്കോ ഏറ്റുപിടിച്ചു എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇതെല്ലാ പരിപാടികളും സ്റ്റാർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ശരിയാണ്, ഒരു പക്ഷേ ചിലപ്പോൾ മേ ബി തൻവിക്ക് അങ്ങനത്തെ ഇൻറ്റൻഷൻസ് ഉണ്ടോ അറിയില്ല. അത് ഇഗ്നോർ ചെയ്ത് കളയാമായിരുന്നു. അങ്ങനത്തെ ഈ പോസ്റ്റ് പോലും ആവശ്യമില്ലായിരുന്നു. ആവശ്യൻ്റെ കേട്ടോ, നമ്മൾ എന്തെടുത്ത് വായിക്കും അല്ലേ? അതല്ലേ സത്യം. പോയല്ലോ ഭഗവാനെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ ദേഷ്യത്തിലായിരുന്നു. സാധാരണയായി ഉപയോഗിക്കാത്ത വാക്കുകൾ ഞാൻ ഉപയോഗിച്ചു. എന്നാൽ നിങ്ങൾ കേട്ടത് എൻ്റെ സന്ദേശങ്ങൾ മാത്രമാണ്. ആ സംഭാഷണങ്ങൾ അടങ്ങിയ മുഴുവൻ സന്ദർഭമല്ല. അതായത് പിന്നീട് അമ്മൂമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, അതൊരിക്കലും അൺപാർഡണബിൾ ആണ്.
അൺക്വസ്റ്റ്യനബിൾ അൺപാർഡണബിൾ. ആ സംഭാഷണങ്ങൾ ചിലത് തുടങ്ങിയത് തന്നെ അമ്മൂമ്മയുമായുള്ള കാര്യങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടായി മാറി എന്ന് എൻ്റെ കസിൻ തന്നെ ഞങ്ങളോട് പറയുന്നതിലൂടെയാണ്. ബാക്കിയുള്ള ഞങ്ങൾ അവർ പറയുന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു. ഇതായിരുന്നു യാഥാർത്ഥ്യം എന്നറിഞ്ഞിട്ടും സ്വന്തം ഭാഗവും സന്ദർഭവും ഒഴിവാക്കി എൻ്റെ സന്ദേശങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് വായിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ ആഘാതമുണ്ട്. അല്ല സുഹൃത്തെ, ഈ പ്രശ്നങ്ങൾ തമ്മിൽ തീർത്തതല്ലേ? ഇല്ല, ഇവർ ഈ പ്രശ്നമൊക്കെ തീർന്നതല്ലേ? വീണ്ടും തുടങ്ങുക. ഇതായിരുന്നു എന്ന് അർജുൻ. ഓക്കെ, ഇത് എനിക്ക് ഒരു കാര്യം വ്യക്തമാക്കി. ഈ ആരോപണവും മറ്റു പല ആരോപണങ്ങളും സത്യം എന്തായാലും എന്നെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുക എന്നതായിരുന്നു അവരുടെ മുൻഗണന. അവർ നിർമ്മിക്കാൻ ശ്രമിച്ച അസത്യമായ കഥകളെ ഞാൻ ചോദ്യം ചെയ്തത് കൊണ്ട് മാത്രം. എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിലൊന്ന് ഞാൻ അമ്മൂമ്മയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു. അത് തികച്ചും അസത്യമാണ്. എൻ്റെ മുത്തശ്ശൻ്റെ വിയോഗത്തിന് 2 മാസത്തിന് ശേഷം ചില കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എൻ്റെ അമ്മയും സഹോദരിമാരും ഒരു അടുത്ത സുഹൃത്തും ഞാനും അമ്മൂമ്മയെ സന്ദർശിച്ച അവസാന നിമിഷത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഞങ്ങളറിയാവുന്ന ഒരിക്കലും നടന്നിട്ടില്ലാത്ത സംഭവങ്ങളെക്കുറിച്ച് അമ്മൂമ്മ ആരോപണങ്ങൾ ഉന്നയിച്ച മുൻ അനുഭവങ്ങൾ ഉള്ളതിനാൽ ഇത്തരം ചില സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ഞങ്ങളൊരു ശീലമാക്കിയിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയ നിമിഷം മുതൽ തിരികെ പോകുന്നവരെയുള്ള ആ കൂടിക്കാഴ്ചയുടെ പൂർണ്ണമായ റെക്കോർഡിംഗ് ഞങ്ങളുടെ കൈവശമുണ്ട്. പുറത്ത് വരുമോ പ്ലീസ്? പറ്റുമോ? ഇല്ലല്ലേ? ശരി, നിങ്ങൾ കൊണ്ടുവരൂ പ്ലീസ്, കൊണ്ടുവരണം. ഞങ്ങളുണ്ട് കൂടെ. സുരാജിൻ്റെ മാതിരി. അത് എപ്പോഴാണ് ഇറങ്ങല്ലേ? അത് ഇറങ്ങണമെങ്കിൽ എന്താ മാർഗം? തൻവി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, തൻവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്കി പറയൂ, എന്നാലല്ലേ മറ്റൊരു പറയുള്ളൂ അല്ലേ? ഓക്കെ, എവിടെ പോയി? റെക്കോർഡിങ് ഞങ്ങളെ കൈവശമുണ്ട്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അത് കൃത്യമായി കാണിക്കുന്നു. ഇപ്പോൾ എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം അതിൽ കാണുന്നില്ല. ഇതൊരു ഉദാഹരണം മാത്രം. ഇരുവരും എനിക്കെതിരെ മറ്റ് പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അവ അസത്യമാണ്. സത്യം സന്ദേശങ്ങളിലും റെക്കോർഡിങ്ങുകളിലും ഭദ്രമാണ്. അത് തെളിയിക്കേണ്ട ഒരു ദിവസം വന്നാൽ ഞാനത് ചെയ്യും. ഇനി എന്ന് വരാനാ അതൊക്കെ? ഇപ്പം നല്ല ദിവസമാണല്ലോ. ഏതായാലും വീണ്ടും നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ ആഴ്ച, വരാൻ പോകുന്ന ആഴ്ചകളിലൊക്കെ അല്ലേ? എൻ്റെ കസിൻ, ഇവരെന്ത് പ്രശ്നം തീർന്നത്? കഥ മനസ്സിലാവാത്തല്ലേ? ഇവരെല്ലാം തീർന്നു എന്ന് പറഞ്ഞാലേ വീണ്ടും കൊണ്ടുവരാനുള്ളത്. അല്ല, ഇവരുടെ ഭാഗത്ത് ന്യായമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അത് പറയണം. കാരണം അത്രയും മോശമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ പരിപാടി ഉണ്ടെങ്കിലേ വീണ്ടും. എൻ്റെ കസിൻ പുറത്തുനിന്നുള്ള ആളായിരുന്നില്ല. ഈ സംഭവങ്ങളിലൂടെ അവരും ഞങ്ങളോടൊപ്പം ജീവിച്ചതാണ്. അമ്മൂമ്മയുമായി അവർക്ക് ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ കടുപ്പമായപ്പോൾ അവർ പിന്തുണയ്ക്കായി ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾ വ്യവസ്ഥകളില്ലാതെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ആ സംഭാഷണങ്ങൾ എന്തായിരുന്നു എന്ന് വ്യക്തമായി അറിയാം. മുഴുവൻ ചിത്രവും അറിഞ്ഞിരുന്നിട്ടും ഭർത്താവിൻ്റെ മരണശേഷം പ്രായമായ ഒരു സ്ത്രീയെ ഉപേക്ഷിച്ചവരായി എൻ്റെ കുടുംബത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. സോഷ്യൽ മീഡിയയിൽ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ചിത്രം സൃഷ്ടിച്ചു. ഒരുപക്ഷെ എൻ്റെ 74 വയസ്സുള്ള അമ്മൂമ്മയ്ക്ക് സോഷ്യൽ മീഡിയയുടെ വ്യാപ്തിയെക്കുറിച്ചോ വ്യാജ കഥകൾ പൊതുമധ്യത്തിൽ എത്തിയാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാകില്ല എന്നാണ് എൻ്റെ കസിൻ എന്നാൽ എൻ്റെ കസിന് അത് പൂർണ്ണമായും അറിയാമായിരുന്നു. ഏജ് 4 കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ അതിൽ കേൾക്കണേ? നുണകൾ കാരണം തെറ്റിദ്ധരിക്കപ്പെടുക എന്നതാണ് ഇതിലെല്ലാം വെച്ച് ഏറ്റവും പ്രയാസകരമായ കാര്യം. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ വ്യാജ കഥകളെയും തകർക്കാൻ കഴിയുന്ന ചാറ്റുകളും ഓഡിയോ റെക്കോർഡിങ്ങുകളും വീഡിയോ കോളുകളും എണ്ണമറ്റ തെളിവുകളും എൻ്റെ പക്കലുണ്ട്. ആരാണത്? എവിടെ? അത് കൊണ്ടുവരൂ. ഞാൻ വിശ്വസിച്ചിട്ടില്ല, എന്നാൽ കൊണ്ടുവരൂ കേട്ടോ. ഇതെല്ലാം പരസ്യമാക്കാൻ ഞാൻ തീരുമാനിച്ചാൽ ഇന്ന് ചില ആളുകൾ വെച്ച് പുലർത്തുന്ന പല അഭിപ്രായങ്ങളും അത്രയും വേഗത്തിൽ മാറുമെന്നതിൽ എനിക്ക് സംശയമില്ല. ഇതെന്താണ് ഇത്? എന്നാൽ സ്വകാര്യ സംഭാഷണങ്ങൾ പൊതുമധ്യത്തിലിടാൻ ഞാൻ തീരുമാനിച്ചാൽ ഈ വിഷയത്തിലുടനീളം ഞാൻ എതിർത്ത അതേ കാരണങ്ങൾ ചെയ്യുന്ന ആളായി ഞാനും മാറും. അത് ഞാനല്ല, ഒരിക്കലും അങ്ങനെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തൊരു കഷ്ടമാണ് ഭഗവാനെ. പഞ്ചാബി ഹൗസിൽ പറഞ്ഞാൽ ഇയാൾ കുറ്റമൊന്നും ചെയ്യാത്തതുകൊണ്ട് അകത്തിടാൻ വയ്യ, പക്ഷേ ഇവനെ അങ്ങനെ പുറത്തും തുറന്നിടാൻ പറ്റില്ല അറിയില്ലേ ദിലീപിന്. അതിൽ ഹരിശ്രേഷക പറഞ്ഞു വേണ്ട, അയാൾ അവിടെ നിന്നോട്ടെ, ആ പാറാവുകാരന് ഒരു കാവലാവെന്ന് പറഞ്ഞാൽ ഇടാനും വയ്യ, ഇടാതിരിക്കാനും വയ്യ, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ. എൻ്റെ പേരിന് കളങ്കം ഉണ്ടാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ എനിക്കെതിരായ വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ പ്രചരിപ്പിച്ചതിന് എൻ്റെ കസിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകാനും മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനും എനിക്ക് എല്ലാ അവകാശമുണ്ട്. പ്ലീസ് ഡു ഇറ്റ്.
ഒരു ഗീതു മോഹൻദാസിൻ്റെ ഇപ്പോൾ പറയും സേറ്റ് അല്ലേ. എന്നിരുന്നാലും 2 കാരണങ്ങളാൽ ഞാനിത് നിയമപരമായി നേരിടുന്നതിൽ പിന്മാറുന്നു. എൻ്റെ കസിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ആഴത്തിൽ സ്നേഹിക്കുന്ന കുട്ടികളുണ്ട്, തൻവീൻ്റെ കുട്ടികളുണ്ട്. അവർ ഒരിക്കലും എടുക്കാത്ത തീരുമാനങ്ങൾക്ക് അവരെ കൊണ്ട് വില കൊടുപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൂടാതെ കുടുംബകാര്യങ്ങൾ പരസ്യമായി പോരാട്ടങ്ങൾക്കുള്ളതല്ലെന്ന് ഞാൻ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്. കോടതി മുറി മറ്റൊരു പരസ്യ പോരാട്ടമാണ്. എൻ്റെ കുടുംബം ഇനി മറ്റൊരു പോരാട്ടം നടത്താതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് തുടരുകയാണെങ്കിൽ എൻ്റെ കുടുംബം ഇനിയും വേദനാജനകമായ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലഭിച്ച ഉപദേശം അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. എനിക്ക് അതുവരെ കാര്യങ്ങൾ എത്തിക്കാൻ താല്പര്യമില്ല. കാര്യങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് അത് അവസാനിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇത് ആരാണിത്? ഇതിപ്പോൾ അവസാനിച്ചില്ല, പിന്നെ ഒരു വല്ലതും പറഞ്ഞു, ഞാൻ മിസ്സായതാണോ, തന്നിയുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായോ? പിന്നെ ഈ റെഡിറ്റിലും ഇവിടെയുള്ള ചർച്ചകൾ, ഞാൻ കുറേ ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കോളേജിൽ ഇതാണ് ഞാൻ അതൊന്നും എടുത്ത് വീഡിയോ ചെയ്തിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കൊണ്ടിരുന്ന പരിപാടിനെതിരെ എൻ്റെ വീഡിയോയെക്കുറിച്ച് പലരും അഭിപ്രായങ്ങൾ പറയുകയും പോസ്റ്റ് ചെയ്യുകയും വെറുതെ അവഗണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയും ചെയ്തത് എനിക്കറിയാം. സത്യം എന്തെന്നാൽ ഞാനൊരു വീഡിയോയോടല്ല പ്രതികരിച്ചത്, അതിനുശേഷം വന്ന എല്ലാറ്റിനോടും ഞാൻ പ്രതികരിച്ചു. എൻ്റെ അമ്മയുടെ കമൻറ്റുകളിലും ഇൻബോക്സുകളിലും സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച മകളെന്ന് വിളിച്ച് ആളുകൾ നിറഞ്ഞ് അത് അമ്മയെ തളർത്തുകയായിരുന്നു. സ്വന്തം പിതാവിൻ്റെ അവസാന മാസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പരിചരണത്തിനായി പോരാടുകയും അദ്ദേഹത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുകയും ചെയ്ത ഒരു സത്യമാണിത്. സ്ത്രീയാണ് ഇതിങ്ങനെ ഇവർ പറഞ്ഞ ആരെങ്കിലും നിങ്ങളത് എനിക്കറിയില്ല കേട്ടോ, എത്ര പേര് വിശ്വസിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളത് എന്തെങ്കിലും പ്രൂഫായിട്ട് കൊണ്ടുവന്ന് സംസാരിക്കില്ല നല്ലത്. ഇത് ഞാൻ തമാശയായിട്ട് പറയില്ല. അതല്ല, എൻ്റെ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലല്ലേ കാര്യം നടക്കുള്ളൂ. ഇതിങ്ങനെ പിന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ? പിന്നെ ന്യായീകരണമായിട്ടല്ലേ കാണുള്ളൂ. ഞാൻ കമൻറ്റ് ബോക്സ് കണ്ട കേട്ടോ. അസത്യമായൊരു കഥയുടെ പേരിൽ എൻ്റെ അമ്മ പരസ്യമായി അപലപിക്കപ്പെടുന്നത് കണ്ടപ്പോൾ ഒരു മകൾ എന്ന നിലയിൽ എനിക്കറിയാവുന്ന ഒരേ ഒരു രീതി ഞാൻ പ്രതികരിച്ചു. എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് ഇവരെ സപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഒരു അയമ്മേനെ സപ്പോർട്ട് ചെയ്തു. ഞാൻ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുന്നേ ഒരു അയമ്മേനെ സപ്പോർട്ട് ചെയ്തു. അയമ്മ എന്ന് പറഞ്ഞ ഒരു ലേഡീനെ അയമ്മ കോപ്പിറൈറ്റ് അടിച്ചു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. നമ്മൾ സപ്പോർട്ട് ചെയ്ത വ്യക്തികളെ നമുക്ക് തന്നെ കോപ്പിറൈറ്റ് അടിച്ചു. അത് വേറെ വിഷയം. കോപ്പിറൈറ്റൊക്കെ മാറിയിട്ടുണ്ട്, അപ്പോൾ പിന്നെ അടുത്തതിൽ പോകും. എൻ്റെ അമ്മായിയെ ന്യായീകരിച്ചത് ഉൾപ്പെടെ അസത്യമാണെന്ന് എനിക്കറിയാവുന്ന കഥകൾ മുന്നിൽ നിശബ്ദയായിരുന്നത് പ്രശംസിക്കപ്പെടുന്നതിനേക്കാൾ സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന് വിമർശിക്കപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിർഭാഗ്യവശാൽ ചില സ്ത്രീകളെ വിധി എഴുതാൻ സമൂഹം എപ്പോഴും തിടുക്കം കൂട്ടിയിട്ടുണ്ട്. തകർന്ന വിവാഹബന്ധത്തിൽ നിന്ന് മുന്നോട്ട് പോയൊരു സ്ത്രീ അധിക്ഷേപിക്കപ്പെടുന്നു. സ്വന്തം കുഞ്ഞിനെ വിക്ഷേപിച്ചു വന്ന ഒരു അമ്മയ്ക്കെതിരെ ആരോപിക്കുന്നത് ഒരാൾക്കെതിരെ പൊതുജന വികാരം തിരിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പമായ വഴികളിലൊന്നാണ്. ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾ എപ്പോഴും എൻ്റെ കസിനോട് അമ്മായിയോട് സഹതാപം പുലർത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ മുഴുവൻ ചരിത്രവും കണ്ട് ജീവിച്ചവരാണ്. ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ ഇരുവരും ഉത്തരവാദികളല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇതിലെന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തു വരാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തൻവി അത് മുഴുവൻ പബ്ലിഷ് ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം അവരവരുടെ ഭാഗം മാത്രം പുറത്ത് കിട്ടു. പക്ഷെ അപ്പം ഇവർക്ക് വേണമെന്നുണ്ടെങ്കിലും തിരിച്ചിടായിരുന്നല്ലോ. അവരെന്തിനാണ് ഇത് കോംപ്രമൈസ് ഉള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത്? ഓക്കെ, കോംപ്രമൈസ് ഉള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവരും മറന്നൊരു സിറ്റുവേഷനിൽ ഇപ്പം എന്തിനാണ് ഈ കാര്യങ്ങൾ മുഴുവൻ വന്ന് പറയുന്നത്? അതും എവിടെയും തൊടാതെ പറയുന്നത് വീണ്ടും. ഇത് ഒരു ഭീഷണി പോലെയാണ്. ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന അവസ്ഥയ്ക്ക് ഇരുവരും ഉത്തരവാദിത്തമാണ്. എന്നാൽ സഹതാപത്തിന് വേണ്ടി മറ്റൊരു കുടുംബാംഗത്തിനെതിരെ സംസാരിക്കാൻ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഉപയോഗിക്കുന്നത് ഞങ്ങൾ പിന്തുണയ്ക്കാൻ കഴിയില്ല. ട്രോമയെക്കുറിച്ചുള്ള വിവിധ ചർച്ചകളെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾ നിശബ്ദത പാലിക്കാൻ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അർത്ഥമാക്കുന്നില്ല. ചില ആളുകൾ ഞങ്ങൾ തങ്ങളുടെ വേദന അപരിചിതരിൽ നിന്ന് സഹതാപം നേടാനോ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കാനോ മാറ്റാതെ നിശബ്ദമായി പേറുന്നു. എൻ്റെ അമ്മായിയുടെ വേദന അത് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് മാത്രം വ്യാജമായി മാറുന്നില്ല. മനസ്സിലായില്ല? വിഷാദം, ട്രോമ, മറ്റ് മാനസികാരോഗ്യ വെല്ലുവിളികൾ എന്നിവ വൈദ്യസഹായവും അനുകമ്പയും പരസ്പര ധാരണയും ബഹുമാനവും അർഹിക്കുന്ന യഥാർത്ഥ ക്ലിനിക്കൽ അവസ്ഥകളാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കവചമായി അവയെ ഒരിക്കലും ഉപയോഗിക്കരുത്. ഒരാളുടെ തെറ്റായ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ഉപയോഗിക്കേണ്ട വാക്കുകൾ അല്ലാവ. ഏതാനും മാസങ്ങൾ മുമ്പ് വരെ ഞാൻ എൻ്റെ അമ്മൂമ്മയും ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകളായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും അവരെ പരിചരിച്ചതും ഒരു കൊച്ചുമകൾ എന്ന നിലയിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തതും ഞാനായിരുന്നു. വർഷങ്ങളായി എൻ്റെ സഹോദരിമാർ അവർക്കായി ചെയ്ത കാര്യങ്ങൾ കുറച്ചു കാണാനല്ല ഇത് പറയുന്നത്. അവർ ഓരോരുത്തരും തങ്ങളുടേതായ രീതിയിൽ അമ്മൂമ്മയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് തനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രശംസിക്കുന്ന ഒരു രീതി എൻ്റെ അമ്മൂമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്നേഹം ഞാൻ
എന്നതിനേക്കാൾ ഞാൻ അവർക്ക് ചെയ്തു നൽകിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നോ എന്ന് ചിന്തിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ അവരുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുകയും അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിൽക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്ത നിമിഷം ഞാൻ അവർക്കായി ചെയ്തതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ പോലെ തോന്നി. അതായത് അമ്മൂമ്മേനെ ആ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായ പോലെ തോന്നി. ഞാൻ അവർക്കായി ചെയ്തതെല്ലാം എൻ്റെ അമ്മൂമ്മ മറന്നിരിക്കാം. ആളുകൾ ചിലപ്പോൾ അവർ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രം ഓർക്കുന്നു എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അത് സാരമില്ല. ഞങ്ങൾ പങ്കിട്ട നല്ല നിമിഷങ്ങൾ മറക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നിട്ടില്ല. അവർക്കായി ചെയ്തതെല്ലാം ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഒരിക്കൽ ഒന്നിച്ച് ചെലവഴിച്ച നല്ല ഓർമ്മകൾ ഞാൻ എപ്പോഴും ഓർക്കുക, ചെറിഷ് ചെയ്യുക തന്നെ ചെയ്യും. ഇനി എൻ്റെ അമ്മൂമ്മയെ പരിചരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഉപദ്രവങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി മാറി നിൽക്കുക എന്നതായിരുന്നു. എന്നാൽ അവർക്ക് 74 വയസ്സായി. ഈ വിവാദങ്ങളെല്ലാം എല്ലാവരും മറന്ന ശേഷവും അവരെ പരിചരിക്കാൻ ആരെങ്കിലും ഒരാൾക്ക് കഴിയും. എൻ്റെ അമ്മൂമ്മയ്ക്ക് ആ പരിചരണം നൽകാൻ കാനഡയിലെ ജീവിതം ഉപേക്ഷിച്ച് തിരികെ വന്നതായി എൻ്റെ കസിൻ ലോകത്തോട് പറഞ്ഞു. അമ്മൂമ്മയ്ക്ക് വേണ്ടി അത് സത്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വീഡിയോകൾ ചെയ്യാനോ കാണാനോ പ്രേക്ഷകരോ ഇല്ലാത്തപ്പോഴും അത് സത്യമായി തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ആണ് തൻവി ഈ അമ്മൂമ്മേനെ നോക്കുന്നത് എന്നുള്ള ഒരു ധ്വനിയിലാണ് ആന പറയുന്നത്. ഓൺലൈനിൽ കണ്ട കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ ആരെങ്കിലും എന്നെ വിലയിരുത്താൻ തീരുമാനിച്ചാൽ ഞാൻ അത് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ അവകാശമുണ്ട്. ചില സ്ക്രീൻഷോട്ടുകൾക്കും ചില ക്ലിപ്പുകൾക്കും ഒരു കഥയുടെ പൂർണ്ണ രൂപം നൽകാൻ കഴിയില്ലെന്നും എനിക്കറിയാം. മുഴുവൻ ചിത്രവും അറിയാത്തപ്പോൾ വിധി എഴുതാതിരിക്കാനുള്ള ക്ഷമ ചിലരെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് സാരമില്ല. എന്നെ വ്യക്തിപരമായും അല്ലാതെയും കൃത്യമായി അറിയാവുന്ന ആളുകൾ എൻ്റെ ഹൃദയവും എൻ്റെ സത്യവും അറിയാം. എനിക്ക് പ്രധാനം അത് മാത്രമാണ്. ചില നുണകളുമായി ജീവിക്കാൻ തിരഞ്ഞെടുത്തേക്കാം. ഞാൻ സത്യവുമായി ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ദിവസാവസാനം ഹൃദയത്തിൽ സത്യസന്ധതയും നന്മയും സൂക്ഷിക്കുന്നവർക്കാണ് സമാധാനം ലഭിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുമില്ലെന്നും ഭയപ്പെടാൻ ഒന്നുമില്ലെന്നും തെളിയിക്കാൻ ഒന്നുമില്ലെന്നും അറിഞ്ഞുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പുഞ്ചിരിക്കാൻ ആ വിശ്വാസം എന്നെ അനുവദിക്കുന്നു. വർഷങ്ങളായി സത്യസന്ധതയിലൂടെയും സ്ഥിരതയിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും വ്യക്തിഗത ഞാൻ തികഞ്ഞവളാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. യാഥാർത്ഥ്യത്തോടെ ജീവിക്കാനും എൻ്റെ പോരായ്മകൾ അംഗീകരിക്കാനും മാന്യമായി ജീവിക്കാനും മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് വർഷങ്ങളായി ഇത്രയും അധികം ആളുകൾ സ്നേഹവും വിശ്വാസവും എനിക്ക് നേടിത്തന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി എപ്പോഴത്തേക്കാളും കൂടുതൽ ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞു. എനിക്കൊപ്പം നിലകൊള്ളുകയും എന്നിൽ വിശ്വസിക്കുകയും ഞാൻ ആരാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. എന്നെ ബന്ധപ്പെട്ട എല്ലാവർക്കും പകുതി മാത്രം കേട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും വിധി എഴുതാതിരിക്കാൻ തീരുമാനിച്ച എല്ലാവർക്കും നന്ദി. ആ ക്ഷമ ഞങ്ങൾക്ക് തരേണ്ടതില്ല. എനിക്ക് എത്രത്തോളം പ്രധാനമായിരുന്നു എന്ന് വിവരിക്കാൻ കഴിയില്ല. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയാം. വ്യാജമല്ലാത്ത സ്നേഹവും വിശ്വാസവും പിന്തുണയുമുള്ള ആളുകൾ ചുറ്റപ്പെട്ട് ഞാൻ നിൽക്കുന്നു. ഇതോടെ ഈ അധ്യായം പൂർണ്ണമായും എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത് വീണ്ടും തുടങ്ങാനുള്ള പരിപാടിയാണോ. വെള്ളം കുടിക്കട്ടെ. ഞാൻ തൊണ്ടയിൽ വെള്ളം പറ്റിയില്ല പോകാന്. ഇത് ഇനിയും തുടരുമോ? എത്രത്തോളം? അതുകൊണ്ട് സത്യം അറിയാൻ യഥാർത്ഥ താല്പര്യമുള്ള ആരോടും ഒരു ലളിതമായ ക്ഷണോ. ഇനി ക്ഷണോ? അതുകൊണ്ട് സത്യം അറിയാൻ യഥാർത്ഥ താല്പര്യമുള്ള ആരോടും എനിക്കൊരു ലളിതമായ ക്ഷണമുണ്ട്. ആ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്തെ ഹോളി ഏഞ്ചൽസ് ISC സ്കൂളിലും പിന്നീട് ചെന്നൈയിൽ OP വൈഷ്ണവ് കോളേജിലുമാണ് പഠിച്ചത്. ദയവായി ഈ സ്ഥാപനങ്ങൾ സന്ദർശിക്കുക. അവിടേക്കാ ക്ഷണം? അയ്യോ, ഇതെന്തിനാണത്? മറ്റേ മത്സ്യത്താഴത്തെ പോലെയോ? ദയവായി സ്ഥാപനങ്ങൾ സന്ദർശിക്കുക. മോഹൻലാൽ സൈക്കിൾ ചവിട്ടി പോയാൽ പോകണം നമ്മൾ. എന്തൊരു കഷ്ടമാണ് പോകാനിത്. മാടമ്പള്ളിയിലെ ദയവായി ഈ സ്ഥാപനങ്ങൾ സന്ദർശിക്കുക. അവിടെയുള്ളവരോട് സംസാരിക്കുക. നിങ്ങളുടെ അന്വേഷണം നടത്തുക. വെറും ഗോസിപ്പുകൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന കഥകൾ വിശ്വസിക്കുന്നതിനോ പ്രചരിക്കുന്നതിനോ മുമ്പ് വസ്തുതകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അത് ശരി. ക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. അവസാനമായി സൈബർ ബുള്ളിങ് വഴി എൻ്റെ മൂല്യം ചോദ്യം ചെയ്യാനോ എൻ്റെ തിളക്കം കുറയ്ക്കാനോ ഞാൻ എന്നെ കാണുന്ന രീതിയിൽ മാറ്റാനോ കഴിയുമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ ഒരിക്കൽ കൂടി ചിന്തിക്കുക. സ്നേഹത്തോടെ സമാധാനത്തോടെ ആത്മാവിനോട് അഹാന കൃഷ്ണൻ. വെള്ളം പിന്നെ കുടിക്കാം അല്ലേ? എന്തായാലും ഇതാണ് ഡീറ്റെയിൽഡ് പോസ്റ്റ്. പക്ഷെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് വരട്ടെ അല്ലേ? അപ്പോഴല്ലേ അത് അവരുടെ ഭാഗം കൂടി അവർക്ക് ന്യായീകരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുള്ളൂ. ആ മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ആന വന്ന് ചെയ്തിട്ടുള്ള ആ വീഡിയോക്ക് ഞാൻ ആനയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെയാണ് തൻവി ചില വോയിസ് റെക്കോർഡ്സും കാര്യങ്ങളും കൊണ്ടുവന്നത്. അത് പിന്നെ തിരിഞ്ഞു. പിന്നീട് അവരുടെ ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് നെഗറ്റീവായിട്ട് പോയി. ഇതാണ് സംഭവിച്ചത്. ഓക്കെ, എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇതുവരെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.
ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് മൈ.